എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ബ്ലോഗറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. T20 ലോകകപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ ഏതൊക്കെ ടീമുകൾ തമ്മിലായിരിക്കും മത്സരം എന്നത്, അതായത് സൂപ്പർ 8 മത്സരങ്ങൾ ഏതൊക്കെ ടീമുകൾ തമ്മിലായിരിക്കും എന്നത് ഏകദേശം ഉറപ്പായി. ജൂൺ 19 സൂപ്പർ 8 പോരാട്ടം ആരംഭിച്ച് ജൂൺ 24 അവസാനിക്കും. ഇതിനെ തുടർന്ന് സെമി ഫൈനൽ, ഫൈനൽ മത്സരങ്ങളായിരിക്കും നടക്കുക. സൂപ്പർ 8 കടന്ന ടീമുകളെയും കടക്കാൻ സാധ്യതയുള്ള ടീമുകളെയും ഉൾപ്പെടുത്തിയാണ് സൂപ്പർ 8 പോരാട്ടം ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. 8 ടീമുകളും 4 വീതമുള്ള 2 ടീമായി തിരിഞ്ഞാണ് മത്സരം നടക്കുക. ഒരു ടീമിന് 3 മത്സരം വീതം. ഗ്രൂപ്പ് 1-ൽ ഗ്രൂപ്പ് എയിലെയും സിയിലെയും ആദ്യ സ്ഥാനക്കാരും ഗ്രൂപ്പ് ബിയിലെയും ഡിയിലെയും 2ാം സ്ഥാനക്കാരുമാണുള്ളത്. ഗ്രൂപ്പ് 2-ൽ ഗ്രൂപ്പ് ബിയിലെയും ഡിയിലെയും 1ാം സ്ഥാനക്കാരും എയിലെയും സിയിലെയും 2ാം സ്ഥാനക്കാരുമാണുള്ളത്. ഓരോ ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനങ്ങളിലെത്തുന്നവരായിരിക്കും സെമിയിൽ കടക്കുക. ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യ കടന്നു കഴിഞ്ഞു. രണ്ടാമതായി സാധ്യത നൽകുന്നത് USA-ക്കാണ്. പാകിസ്ഥാനും സാധ്യതയുണ്ടെങ്കിലും നിലവിലെ ഫോമിൽ USA കടക്കാനാണ് കൂടുതൽ സാധ്യത. ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഓസ്ട്രേലിയ സൂപ്പർ 8-ൽ കടന്നു കഴിഞ്ഞു. സ്കോട്ട്ലൻഡിന് 5 പോയിൻ്റ് ഉണ്ടെങ്കിലും ഇംഗ്ലണ്ടിന് 1 പോയിൻ്റ് മാത്രമാണുള്ളത്. എന്നാൽ ഇംഗ്ലണ്ടിൻ്റെ വരുന്ന മത്സരങ്ങളിൽ എതിരാളികൾ ഒമാനും നമീബിയയും, അതിനാൽ അവർ വൻ മാർജിനിൽ ജയിച്ച് 2ാമത്തെ ടീമായി വരും എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. ഗ്രൂപ്പ് സിയിൽ നിന്ന് വെസ്റ്റ് ഇൻഡീസ് കടന്നു കഴിഞ്ഞു. 2ാമത്തെ ടീമായി അഫ്ഗാനിസ്ഥാനാകും എത്തുക. ന്യൂസിലാൻഡ് ഓൾറെഡി പുറത്തായി കഴിഞ്ഞു. ലാസ്റ്റ് മത്സരം അഫ്ഗാനും വിൻഡീസും തമ്മിലാണ്. അഫ്ഗാൻ ജയിച്ചാൽ അവർ ഗ്രൂപ്പിൽ 1ാം സ്ഥാനക്കാരായി സൂപ്പർ 8-ലെത്തും. കാരണം +5 ആണ് അഫ്ഗാൻ്റെ റൺ റേറ്റ്. ഗ്രൂപ്പ് ഡിയിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക സൂപ്പർ 8-ൽ കടന്നു കഴിഞ്ഞു. അടുത്തതായി വരാൻ സാധ്യതയുള്ള ടീം നെതർലാൻഡാണ്. നിലവിൽ നെതർലാൻഡും ബംഗ്ലാദേശും തമ്മിൽ മത്സരം നടക്കുകയാണ്. ഈ മത്സരം നെതർലാൻഡ് ജയിക്കും എന്നാണ് പ്രഡിക്ഷൻ. എൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഗ്രൂപ്പ് 1-ൽ വരിക ഇന്ത്യ, ഇംഗ്ലണ്ട്, അഫ്ഗാനിസ്ഥാൻ, നെതർലാൻഡ് ടീമുകളായിരിക്കും. ഗ്രൂപ്പ് 2-ൽ വരിക USA, ഓസ്ട്രേലിയ, വെസ്റ്റ് ഇൻഡീസ്, ദക്ഷിണാഫ്രിക്ക എന്നിവരായിരിക്കും. ഇങ്ങനെ ടീമുകൾ ഒത്തുവന്നാൽ ആദ്യ മത്സരം, സൂപ്പർ 8-ലെ ആദ്യ മത്സരം നടക്കുക USA-യും ദക്ഷിണാഫ്രിക്കയും തമ്മിലാകും. ഇന്ത്യയ്ക്ക് സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനാകും എതിരാളികൾ. ഇന്ത്യയ്ക്ക് അഫ്ഗാനിസ്ഥാൻ, ഇംഗ്ലണ്ട്, നെതർലാൻഡ് എന്നിവരാകും നേരിടേണ്ടി വരിക. മുകളിൽ പറഞ്ഞ അനുസരിച്ച് ടീമുകൾ സൂപ്പർ 8-ൽ എത്തിയാൽ മാത്രമാണ് ഇങ്ങനെ ഇന്ത്യയ്ക്ക് മത്സരങ്ങൾ വരിക. ഇനി നിങ്ങൾ സൂപ്പർ 8-ൽ കടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ടീമുകൾ ഏതെല്ലാമാണ്? കമൻറ്റ് ചെയ്യുക.